സോ നമ്മൾ വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗൈസ് നമ്മൾ നമ്മുടെ ഒരു സ്റ്റോൺ ജനറേറ്ററും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഗൈസ്. ഈ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ആയിരുന്നു, സ്റ്റോൺ ജനറേറ്റർ ഗൈസ്. അതാണ് നമ്മൾ സെറ്റാക്കിയത്. അപ്പോൾ പിന്നെ ഗൈസ് നമ്മൾ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്. സോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെ കുറേ ചെസ്റ്റും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഗൈസ് കുമാർ ട്രേഡ് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് നമുക്ക് കിട്ടുന്നത്. കുമാർ എന്തൊക്കെ തരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഈ ഒരു ലൈബ്രറി വില്ലേജറിൻ്റെ കാണിച്ചു തരാം. ഇവനെ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ബുക്ക് ഷെൽഫ് വരുന്നുണ്ട് 3 എമറാൾഡിന്. ഒരു നെയിം ടാഗ് നമുക്ക് 14 എമറാൾഡ് കൊടുത്താൽ കിട്ടും. അതുപോലെ തന്നെ പവർ 4 ഗൈസ്, പവർ 4 എൻജാൻഡ് ബുക്ക് 17 എമറാൾഡ് കൊടുത്താൽ കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വില്ലേജറും കാര്യങ്ങളും കൊടുക്കുന്നത്. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വില്ലേജർ നോക്കാം കേട്ടോ. അടുത്ത ലൈബ്രറിയും വില്ലേജറാണ്. സോ ഈ ഒരു വില്ലേജർ തരുന്നതെന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ 4 ആണ്. പിന്നെ ഫയർ ആസ്പെക്റ്റ് 2 കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇതിലും നെയിം ടാഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വില്ലേജർ നമുക്ക് കാര്യമായിട്ടൊന്നും തരുന്നില്ല ഗൈസ്. അപ്പോൾ ഈ വില്ലേജർ നമുക്ക് മെയിനായിട്ട് ഇരുന്ന പ്രൊട്ടക്ഷൻ 4 ആണ്. സോ നമുക്ക് അടുത്ത വില്ലേജർ നോക്കാം. ഓക്കെ, അടുത്ത വില്ലേജർ ഗൈസ് ടൂൾ സ്മിത്ത് അറിയുന്ന വില്ലേജറാണ്. സോ ഈ ഒരു വില്ലേജറാണ് നമുക്ക് മെയിനായിട്ട് ഐറ്റം തരുന്നത് ഗൈസ്. നമ്മുടെ ടൂൾസ് ഇട്ടോ ഗൈസ്. ഇതിൽ കണ്ട പിക്കാക്സ് എഫിഷ്യൻസി 3 ഉള്ള പിക്കാക്സ് വെറും 4 എമറാൾഡിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 എമറാൾഡ് വെച്ചതാണ്ട ഗൈസ് ഡയമണ്ട് എഫിഷ്യൻസി ആക്സ് ഗൈസ്, എഫിഷ്യൻസി 2 ഉള്ള ആക്സ് ആണ് നമുക്ക് കൊടുക്കുന്നത്. സോ മിക്കവാറും നമ്മളെ കയ്യിലുള്ള ആക്സ് ഒക്കെ തട്ടാറായി ഗൈസ്. ഇനി നമുക്ക് 1 എമറാൾഡിന് വെൻ്റെ കയ്യിൽ നിന്നുള്ള ഐറ്റംസ് വാങ്ങണം. സോ നമുക്ക് ഇനി എന്തായാലും 1 എമറാൾഡ് കൊടുത്ത് വെൻ്റെ കയ്യിൽ ഈ ഒരു ടൂൾസും കാര്യങ്ങളും വാങ്ങണം കേട്ടോ ഗൈസ്. എഫിഷ്യൻസി 3 ഉള്ള പിക്കാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവനെ എന്തായാലും മാക്സ് ആക്കിയിട്ടുണ്ട്. ഇവൻ എത്ര ഐറ്റംസ് ആണ് നമുക്ക് തരിക ഗൈസ്. ഇത് കണ്ട 1 എമറാൾഡിന് 3 ഗോൾഡൻ ക്യാരറ്റ് കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾ നമ്മുടെ ആർമറിൻ്റെ ആണ്. ആർമർ എണ്ണം തരുന്നത് ഗൈസ് ഇത് കണ്ട പ്രൊജക്റ്റൽ പ്രൊട്ടക്ഷൻ 1 ഉള്ള ഡയമണ്ട് ബൂട്ട് ഗൈസ്. അതുപോലെ തന്നെ ഫയർ പ്രൊട്ടക്ഷൻ 2 അൺബ്രേക്കിംഗ് 2 ഉള്ളൊരു ഡയമണ്ട് ലെഗിൻസ്. പിന്നെ നമുക്ക് ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ്, പ്രൊജക്റ്റൽ പ്രൊട്ടക്ഷൻ 2 ഉള്ള ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് ഗൈസ്. പിന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ 2 ഉള്ളൊരു ഡയമണ്ട് ഹെൽമെറ്റ് ഗൈസ്. വലിയ എൻജാൻമെൻറ്റ് ഇല്ലെങ്കിലും ഗൈസ് 1 എമറാൾഡിനാണ് അവന് ഈ ആർമറും കാര്യങ്ങളും തരുന്നത്. ഓ നൈസ്. നമുക്ക് അടുത്ത ആളെ നോക്കാം ഗൈസ്. അടുത്ത ആളെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈബ്രറിയൻ വില്ലേജറാണ്. അപ്പോൾ ഇവനും കാര്യമായിട്ടൊന്നും തരുന്നില്ല ഗൈസ്. ഇവന് കാര്യമായിട്ട് തരുന്ന പറയുമ്പോൾ സിൽ ടച്ച് മാത്രമാണ്, വേറൊന്നും തരുന്നില്ല. മറ്റേ വില്ലേജർ തരുന്ന സംഭവം തന്നെ തരുന്നുള്ളൂ ഗൈസ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു എഫിഷ്യൻസി 3 ഉള്ള ഒരു പിക്കാക്സ് വാങ്ങണം. നമ്മൾ ഈ ഒരു പിക്കാക്സ് എന്തായാലും നമുക്ക് നമ്മുടെ ചെസ്റ്റിൽ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പിക്കാക്സ് വെച്ചായിരിക്കും നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. സിൽ ടച്ചുള്ള എന്തായാലും നമ്മൾ യൂസ് ചെയ്ത് പെട്ടെന്ന് തീർക്കുന്നില്ല ഗൈസ്. നമുക്ക് എപ്പോൾ ആവശ്യം വരുന്ന ഒരു പിക്കാക്സ് ആണ്. സോ നമുക്ക് എന്തായാലും പോയിട്ട് ഒരു പിക്കാക്സ് നമ്മുടെ വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പിക്കാക്സ് വാങ്ങണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ നമ്മുടെ എമറാൾഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ചെസ്റ്റിലാണ്. സോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് എമറാൾഡ് എടുക്കാം. ഇതിന് മാത്രമൊന്നും വേണ്ട ഗൈസ്. നമുക്ക് 1 എമറാൾഡ് കൊടുത്താൽ മതി, അണ്ണന് നമ്മളെ സാധനം തരുന്നതായിരിക്കും. അപ്പോൾ ഇവൻ്റെ കയ്യിലാണ് നമ്മൾ ഐറ്റംസ് ഉള്ളതെന്ന് തോന്നുന്നു. സോ അതാണ്ട് എഫിഷ്യൻസി 3 ഉള്ള പിക്കാക്സ് വെറും 4 എമറാൾഡിനാണ് ഗൈസ് കൊടുക്കുന്നത്. സോ നമുക്ക് എന്തായാലും വാങ്ങിയേക്കാം. യെസ്, നമ്മളെന്തായാലും ഒരു എഫിഷ്യൻസി 3 ഉള്ള ഒരു പിക്കാക്സ് വാങ്ങി. അതുപോലെ തന്നെ നമുക്കൊരു ആക്സും കൂടി വാങ്ങാം കേട്ടോ ഗൈസ്. ആക്സിനൊക്കെ വെറും 1 എമറാൾഡ് മതി ഗൈസ്. കണ്ട 1 എമറാൾഡ് മതി. സോ ഞാൻ എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്സും കൂടി വാങ്ങാണ്. അതുപോലെ തന്നെ ഒരു അൺബ്രേക്കിംഗ് 1ൻ്റെ ഒരു ഷവൽ കൂടി വാങ്ങിയ ഗൈസ്. അതിൽ വാങ്ങിയതല്ലേ. സോ അത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കണ്ട ഗൈസ് 1 അയൺ കൊടുത്തതാണ്ട് എമറാൾഡ് കൊടുക്കും. നമ്മൾ ആ ഒരു അൺഫാമിൽ നിന്ന് അയൺ എടുത്തുകൊണ്ടുവന്നത് അവൻ്റെ കൈ കൊടുത്താൽ എമറാൾഡ് കിട്ടും കേട്ടോ. നമുക്ക് എന്തായാലും ഇപ്പോൾ വേണ്ട ആവശ്യത്തിലുള്ള എമറാൾഡ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ഗൈസ്. അതിൽ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം. സോ അപ്പോൾ എന്തായാലും നമ്മൾ ടൂൾസും കാര്യങ്ങളും വാങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ഒരു എഫിഷ്യൻസി 3ക്ക് എത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന്. എഫിഷ്യൻസി 3ക്ക് കുഴപ്പമില്ലാണ്ട് സ്പീഡ് ഉണ്ടാവും. എഫിഷ്യൻസി 5നാണ് നല്ല സ്പീഡ് ഉണ്ടാവുക ഗൈസ്. ഏറ്റവും ടോപ്പ് എഫിഷ്യൻസി 5 ആണ്. എന്തായാലും നമ്മൾ എഫിഷ്യൻസി 3ൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ പോകട്ടെ ഗൈസ്. ഓക്കെ, കൊള്ളാം ഗൈസ്, സ്പീഡുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡുണ്ട്. ഓക്കെ, അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ നോർമൽ പിക്കാക്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പിക്കാക്സും ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങിയിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫാമാണ്. ചിക്കൻ ഫാമിൽ നമുക്ക് ഫുഡും കിട്ടും, അതുപോലെ തന്നെ നമ്മളൊരു ലെതറും കിട്ടും, എഗ്ഗ് കിട്ടും, അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഗൈസ് ഈ ഒരു ചിക്കൻ ഫാം വഴി. സോ ഞാൻ എന്തായാലും ഇന്നൊരു ചിക്കൻ ഫാം സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസുകൾ അതിനായിട്ട് ആവശ്യമുണ്ട് ഗൈസ്. കുറേ ഒന്നും വേണ്ട, ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസുകൾ വേണം.
ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് നമ്മളൊരു റെഡ് സ്റ്റോണും കാര്യങ്ങളും എടുത്തുകൊണ്ടാണ് ഗൈസ്. നല്ല റെയിൻ ഉണ്ട് കേട്ടോ ഗൈസ്. തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. അണ്ണൻ്റെ കയ്യിൽ നിന്ന് റെഡ് സ്റ്റോൺ വാങ്ങുന്നതിന് മുന്നേ നമ്മളെ ചെസ്റ്റിൽ റെഡ് സ്റ്റോൺ ഉണ്ടോ നോക്കട്ടെ ഫസ്റ്റ്. ഓക്കെ, നമ്മളെ കയ്യിലുണ്ട് കേട്ടോ റെഡ് സ്റ്റോൺ. പിന്നെ കുറച്ച് നെതർ ക്വാഡ്സ് എടുക്കുക, കുറച്ച് ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സൊക്കെ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഞാൻ ഈ വില്ലേജറിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്താട്ടോ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ. സോ അണ്ണൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് റെഡ് സ്റ്റോൺ എടുക്കുക. ഓക്കെ, ഞാൻ നല്ലൊരു 42 റെഡ് സ്റ്റോണും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഓക്കെ, അണ്ണൻ പുതിയ ഐറ്റം ഒക്കെ തരുന്ന ക്ലോസ് ഗ്ലോ സ്റ്റോണൊക്കെ ആക്കുന്ന അണ്ണൻ കൊടുക്കുന്നത്. ശരി എന്നാൽ ഗൈസ്, എന്തായാലും നമ്മളെ എമറാൾഡ് എന്തായാലും ഇതിൽ തന്നെ കൊണ്ടുവച്ചേക്കാം. സോ നമുക്ക് എന്തായാലും നേരെ വിടാൻ നമ്മളെ ഫാം സെറ്റാക്കണം ഗൈസ്. യെസ്, ചിക്കൻ ഫാം, നമ്മുടെ കോഴി ഫാമാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. സോ എന്തായാലും പോയിട്ട് ഐറ്റംസുകൾ റെഡിയാക്കാം. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ രാത്രി ആയോ അതോ എനിക്ക് തോന്നുന്നതാണോ? സ്ലീപ്പ് ചെയ്ത് നോക്കട്ടെ. അതായത് രാത്രി ആയിട്ടുണ്ട് ഗൈസ്, തോന്നുന്നതല്ല. എന്തായാലും നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗോ. സ്ലീപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഐറ്റംസുകൾ ഇനി റെഡിയാക്കി തുടങ്ങാം കേട്ടോ ഗൈസ്. ഐറ്റംസുകളെന്ന് പറയുമ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുമ്പം സ്ലാബുകൾ വേണം. സ്ലാബൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് കുറച്ച് ഐറ്റംസുകൾ ഇങ്ങനെ എടുക്കാം. സോ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് 64 കോബിൾ സ്റ്റോൺ ആണ്. ഓക്കെ, എത്ര മതിയാവും ഗൈസ്? ഒരു 42 ഞാൻ എടുത്തിട്ടുണ്ട്. 42 എണ്ണത്തിൻ്റെ കണക്കൊന്നും ഇല്ല ഗൈസ്. വെറും 5 സ്റ്റോൺ മതി നമുക്ക് ബിൽഡ് ചെയ്യാൻ. സോ മെയിനായിട്ട് അത് മതി ബിൽഡ് ബ്ലോക്ക് ചെയ്യാൻ. സോ നമ്മൾ ഒരു സ്റ്റോണിൻ്റെ ബ്രിക്സ് ആക്കാൻ പോവാണ്. സോ 40 ബ്രിക്സ് ആക്കിയിട്ടുണ്ട്. ഡിസ്പെൻസർ എനിക്ക് ഒന്ന് ഫ്രഷ് ബോ വേണ്ടി വരും. ശരി എന്നാൽ ഗൈസ്, പൊട്ടിയ ബോയൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കാത്ത ഫ്രഷ് ബോ വേണം ഗൈസ്, ഫ്രഷ് ബോ. അപ്പോൾ നമ്മളൊരു ഫ്രഷ് ബോ ഉണ്ടാക്കേണ്ടി വരും. ബോക്ക് നമുക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ബോ റെഡിയാക്കണമെങ്കിൽ 3 വടിയും 3 സ്ട്രിങ്ങും വേണം. സ്ട്രിങ് നമ്മളെടുത്തുണ്ട്, വടിയും നമ്മളെടുത്ത്. പിന്നെന്ത് വേണം? ഓക്കെ, നമ്മളെന്തായാലും ഒരു ബോ റെഡിയാക്കിയിട്ടുണ്ട്. സോ അതെന്തായാലും അടിയിലെടുത്ത് വെക്കാം. സ്ട്രിങ്ങൊക്കെ ജസ്റ്റ് പോട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മളെ സംഭവം റെഡിയാക്കാം കേട്ടോ. ഡിസ്പെൻസറോടെ യെസ്, ഡ്രോപ്പറാണ് ഡിസ്പെൻസർ. ഓക്കെ, ഡിസ്പെൻസർ നമ്മളങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചെസ്റ്റ് വേണം. ചെസ്റ്റിന് വുഡ് വേണം. വുഡ് കിട്ടണമെങ്കിൽ എന്താക്കണം എന്ന് വെച്ചാൽ നമ്മളെ ബാംബു ഫാമിലേക്ക് തന്നെ പോകണം, അല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ ബാംബു ഫാമിൽ ബാമ്പ് ഉണ്ടായിരിക്കും നമുക്കൊരു പ്രതീക്ഷിക്കാം. ഓ, ബാമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ബ്ലോക്ക് ഓഫ് ബാമ്പു ആക്കാം. ആൻഡ് ബാംബു പ്ലാങ്ക്സ് ദാറ്റ്. ലെറ്റ്സ് ഗോ. 2 ചെസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്കൊരു ഹോപ്പർ വേണം. ഒരു ഹോപ്പർ പോരാ, 4 ഹോപ്പർ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 2 ചെസ്റ്റ് കൂടി റെഡിയാക്കാം കേട്ടോ. 4 ചെസ്റ്റ് ഫസ്റ്റ് റെഡിയാക്കാം. ദെൻ നമ്മുടെ 4 ഹോപ്പർ. പിന്നെ നമുക്കൊരു 2 ചെസ്റ്റ് കൂടി റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. ആദ്യം ഒരു ഹോപ്പർ റെഡിയാക്കണം. എന്നിട്ട് ഒരു മൈൻകാർട്ട് വേണം. ദെൻ മൈൻക്രാഫ്റ്റ് വിത്ത് ഹോപ്പർ. അപ്പോൾ ചെസ്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഒരു ചെസ്റ്റ് കൂടി റെഡിയാക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നമുക്ക് ഒരു റെയിലാണ് ആവശ്യം. ഒരു റെയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പിന്നെ റിപ്പീറ്റർ വേണം അല്ലേ? ഗൈസ്, റിപ്പീറ്റർ വേണം. റിപ്പീറ്റർ തന്നെ കോംബ്രൈറ്ററോ അങ്ങനെ എന്തോ ഒരു സാധനം വേണം ഗൈസ്. പേരൊന്നൊക്കെ കറക്റ്റ് അറിഞ്ഞോളൂ, എന്നാലും നമുക്ക് നോക്കാം. കോംബ്രൈറ്ററോ കമ്പറൈറ്ററോ അങ്ങനെ എന്തോ ഒരു സാധനം വേണം. റെഡ് സ്റ്റോൺ കോംബ്രൈറ്റർ നമുക്ക് വേണ്ടത് ഒന്നാണ്. ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ റെഡ് സ്റ്റോൺ കോംബ്രൈറ്റർ ഞാൻ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ബട്ട് ആദ്യം നമ്മുടെ ടോർച്ച് റെഡിയാക്കണം. ഞാൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമ്മളെ കോംബ്രൈറ്റർ സെറ്റാക്കാം. ആദ്യം നമുക്ക് ടോർച്ച് വേണം. നോർമൽ സ്റ്റോൺ വേണം. നമുക്ക് സാധാ ഒരു സ്റ്റോൺ വേണം ആ സാധനം സെറ്റാക്കണമെങ്കിൽ. റെഡ് സ്റ്റോണിൻ്റെ ആ ടോർച്ച് സെറ്റാക്കണമെങ്കിൽ സാധാ സ്റ്റോൺ വേണം. ഓക്കെ, സ്റ്റോൺ കിട്ടി. ലെറ്റ്സ് ഗോ. ഇത് നമുക്കൊന്നാണ് വേണ്ടത്, കോംബ്രൈറ്റർ. ഇനി കുറച്ച് റെഡ് സ്റ്റോൺ ടോർച്ച് കൂടി റെഡിയാക്കാം കേട്ടോ. എന്നിട്ട് റെഡ് സ്റ്റോൺ റിപ്പീറ്റർ. യെസ്, റിപ്പീറ്റർ 2 എണ്ണം വേണം. ഓക്കെ, അപ്പോൾ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് കൂടി വേണ്ടി വരും അല്ലേ? നമ്മളെ ഇതെവിടെ സ്റ്റിക്ക് എവിടെ? ഓക്കെ, സ്റ്റിക്ക് എടുക്കാം. ഒരു ടോർച്ച് കൂടി 2 ടോർച്ച് കൂടി റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത്
ഈ ഒരു സാധനം 2 എണ്ണമാണ്. നമ്മളെ റിപ്പീറ്റർ എന്നാണ് 2 എണ്ണം വേണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. അയാൾ മതിയായിരുന്നു. സോ ഓക്കെ, ഞാൻ എന്തായാലും റിപ്പീറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആയിട്ട് ഒന്നുകൂടി വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ലാവയാണ്. നമുക്ക് ലാവ വേണം. അതിന് നമുക്ക് ഒരു ബക്കറ്റ് വേണം. ബക്കറ്റ് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ചെസ്റ്റിലാന്ന്. ഇനിയിപ്പോൾ ചെസ്റ്റിലേക്ക് പോകാൻ എനിക്ക് ടൈമില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ബക്കറ്റോട് റെഡിയാക്കാം. ഞാൻ എന്തായാലും ഒരു ബക്കറ്റോട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി നേരെ പോയിട്ട് ആ ഒരു ലാവ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം ഗൈസ്. ഒന്ന് കുറച്ച് ലാവ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ലാവ എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഒക്കെ നേരെ വിട്ടേക്കാം നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ എന്ത് പെട്ടെന്നാണ് ഗൈസ് ടൈം പോകുന്നത്. നമ്മളെ അണ്ണനെ അവിടെ കാണുന്നുണ്ട്. കോയിനെ എന്തായാലും ഒക്കെ ഇനി പിന്നെ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ആയിട്ട് കൊണ്ടുപോയേക്കാം. വേഗം വാ. അവിടെ ചിക്കൻ ഉണ്ടോയെന്ന് സംശയമാണ്. സോ ഇവനെന്തായാലും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. അച്ഛനെ വാടാ. എന്തായാലും ഒരു കോയിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇവനെ എന്താ കൊണ്ടുപോയേക്കട്ടോ. ഇവിടെ പെട്ടെന്ന് രാത്രിയാവുന്നു ഗൈസ്. ഹാർഡ് കോർ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. പെട്ടെന്ന് രാത്രിയാവുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായാലും വാതിലടിച്ചേക്കാം. ഇനി എന്തായാലും അണ്ണൻ ഇറങ്ങിപ്പോലല്ലോ ഇവിടെ ഒന്നും. അങ്ങനെ ലാവയും സെറ്റായിരിക്കുകയാണ്. സോ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ബില്ലിലേക്ക് എടുക്കാനുള്ള പരിപാടി കേട്ടോ ഗൈസ്. സോ നമുക്ക് ആദ്യം സ്ലീപ്പ് ചെയ്തിട്ട് രാവിലെ ആക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി സംഭവങ്ങൾ സെറ്റാക്കാൻ കേട്ടോ ഗൈസ്. സോ നമ്മുടെ ഇപ്പോൾ ഐറ്റംസുകൾ ഫുള്ള് റെഡി ആയി ഗൈസ്. നമുക്ക് സെറ്റാക്കാനുള്ള ഐറ്റംസ് മൊത്തം റെഡി ആയിരിക്കുകയാണ്. ഇനി നേരെ പോയിട്ട് ബിൽഡ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഗൈസ്. സോ അതിൽ പോയിട്ട് നമ്മളെ കോഴി ഫാം അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ എവിടെയെങ്കിലും നമുക്ക് ഒരു കോയിനോട് കിട്ടണം ഗൈസ്. ഒരു കോയി ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഒരു കോയിനോട് കൊണ്ടുവരണം. എന്തായാലും നമുക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരട്ടോ. അപ്പോൾ നമ്മൾ പന്നി ഫാമിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മൾ ചിക്കൻ ഫാം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ശവലെടുക്കാം. ഓടാ ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ശവലെടുത്തിട്ട് 3 ബ്ലോക്ക് ആദ്യം പൊട്ടിക്കണം. അപ്പോൾ അതങ്ങ് സെറ്റായി കൊടുക്കുക. നമുക്ക് ആദ്യം തന്നെ സ്റ്റോറേജിൻ്റെ ഒരു സംഭവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചെസ്റ്റ് ആൻഡ് ഇവിടെ ഒരു ചെസ്റ്റ്. ഇനി നമ്മളെ ഹോപ്പർ എടുക്കാം. ഹോപ്പർ എടുത്തിട്ട് ആദ്യം ഈ ചെസ്റ്റ് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ റെയിൽ ഇടണം. നമ്മളെ റെയിൽ ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, റെയിൽ ഇവിടെ വെക്കാം. ഓക്കെ, ഡിസ്പെൻസർ എടുത്തിട്ട് ഇതാണ്ട് ഇവിടെ ആയിട്ട് വെക്കണം. അതാണ്ട് ഈ സൈഡിലായിട്ട്. എന്നിട്ട് ഒരു സ്ലാബ് എടുത്തിട്ട് ഇതാണ്ട് ഇവിടെ ആയിട്ട് വെക്കണം. അതാണ്ട് ഇവിടെ ഇട്ട് കോംപ്രൈറ്റർ ഇതാണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പൊട്ടിച്ചേക്കാം. നമ്മളെ റിപ്പീറ്റർ താണ്ട ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുക. ഒന്ന് ഇങ്ങോട്ട് പോകണം. എന്നിട്ട് താണ്ട ഇവിടെ ആയിട്ട് നമ്മളെ ഒരു റിപ്പീറ്റർ കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. സ്റ്റോൺ ബ്രിക്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. അപ്പോൾ ഇനി റെഡ് സ്റ്റോൺ കണക്ട് ചെയ്യണം. നമ്മൾ എന്തായാലും റെഡ് സ്റ്റോൺ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. ഡിസ്പെൻസറിൻ്റെ നേരെ മുകളിലായിട്ടൊരു ഹോപ്പർ വെക്കണം. 1 2 കറക്റ്റ് കണക്റ്റഡ് അല്ലേ? സെറ്റാണ്. ഗ്ലാസ് എടുക്കുക. ഇവിടെ സ്റ്റോൺ ബ്രിക്സ് 2 എണ്ണം. ഇവിടെയും 2 എണ്ണം. ഓക്കെ, ഇവിടെ ആയിട്ട് ഒരു ഗ്ലാസ് കൂടി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഡേറ്റും കാര്യങ്ങളും പൊട്ടിച്ചളയാം കേട്ടോ ഗൈസ്. എനിക്ക് സീനാണ്. ഗ്ലാസും വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ലാവ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് ഈ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഇവിടെ നമ്മുടെ ബ്രിക്സ് ആക്കി കൊടുക്കുക. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് ചിക്കനെ കൊണ്ടുവരണം. സോ എന്തായാലും നമുക്ക് ഇവിടെ ചെറിയൊരു പാത്ത് സെറ്റ് ആക്കാം കേട്ടോ. അവരെ അങ്ങോട്ട് മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കനെ കൊണ്ടിടണം. നമുക്ക് 2 ചിക്കനാണ് ഗൈസ് ആവശ്യം. സോ നേരെ പോയിട്ട് നമ്മളെ ചിക്കൻ എടുത്തുകൊണ്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് 2 ചിക്കൻ ആയിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അമ്മമാരെ കൊണ്ടുപോയിട്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. വാടാ മച്ചാനെ വാടാ. അപ്പോൾ ചിക്കനെ 2 ആളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് തള്ളിയിടാൻ എന്നുള്ളതാണ് ജസ്റ്റ് ടാസ്ക്കാണ്. അമ്മമാരെ തള്ളിയിടാമെങ്കിൽ കുറച്ച് പണിയായിരിക്കും. ഓ പോടാ താട്ടു പോയി കയറി പോട്ടെ റൈറ്റ്. അങ്ങനെ നമ്മൾ 2 ചിക്കനെ നമ്മൾ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ഗൈസ്. സോ സെറ്റാണ്. സോ ഓക്കെ, ഇതാരാണത്? അടിയിലാരാത്? കുതിരയാ?
നമ്മളെന്തായാലും നമ്മുടെ ചെസ്റ്റിൽ നിന്ന് 34 സീഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും കൊടുത്തെന്തായാലും ചിക്കന് കൊടുത്തു നോക്കട്ടെ ഗൈസ്. ഓ സെറ്റ് ആവുമെന്ന്. അയ്യോ ഓക്കെ, എന്തായാലും നമുക്ക് ചിക്കന് കൊടുക്കാം. അവന്മാർ ബ്രീഡ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബേബി ചിക്കൻ വന്നിരിക്കുകയാണ്. സോ എന്തായാലും അതിനെ നമുക്ക് ആദ്യം വലുതാക്കാട്ടോ. ആദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻസ് ഫസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്, എന്നാലേ സംഭവം വർക്കാവുള്ളൂ. ഓക്കെ, ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ഗൈസ് ഇതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുമ്പം നമുക്ക് എന്തായാലും ഈ ഒരു ടോക്ക് എന്തായാലും പൊട്ടിക്കാട്ടോ ഗൈസ്. ഇതിൻ്റെ ആവശ്യമില്ല ഇനി ഇവിടെ. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മളെ ഈ ഒരു ഡിസ്പെൻസർ ഇല്ല ഗൈസ്, ഇവിടെയാണ് നമ്മളെ ചിക്കൻ വരിക. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ചിക്കൻസും കാര്യങ്ങളും ഇടുന്ന എഗ്ഗ് ഗൈസ്, ഈ ചിക്കൻസിൻ്റെ എഗ്ഗ് നേരെ നമ്മൾ ഈ ഒരു ഡിസ്പെൻസറിലേക്ക് വരും. ഈ ഡിസ്പെൻസർ നേരെ ഇങ്ങോട്ട് തുപ്പും ഗൈസ്. തുപ്പുന്ന നമ്മളെ ഈ ഒരു എഗ്ഗും കാര്യങ്ങളോട് തുപ്പുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ചിക്കൻ വരും ഗൈസ്. നമ്മുടെ ചിക്കൻസും കാര്യങ്ങളോട് സ്പോൺ ആവും. സോ ആ ഒരു ചിക്കൻ നേരെ ചെറിയ ബേബി ചിക്കൻ ആയി ഗൈസ്. ആ ഒരു ബേബി ചിക്കൻ വലുതാകുമ്പോൾ നമ്മൾ ഈ ഒരു ലാവയും കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ഒരു കുക്കഡ് ചിക്കനായിട്ട് താഴോട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ചെസ്റ്റിലേക്ക് വരുന്നില്ല. നമ്മുടെ ഈ ഒരു ലെതറും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു ഇതിലേക്ക് വരും കേട്ടോ. നമ്മളെ ഒരു ചിക്കൻ്റെ ആ ഒരു തൂവലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടും. ഇതെന്താണെന്ന് വെച്ചാൽ ചില ചിക്കൻസ് നിന്ന് ചിലപ്പോൾ സ്പോൺ ആവില്ല ഗൈസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ചിക്കൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വർക്കാവുള്ളൂ ഗൈസ്, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഗൈസ്. അതിൻ്റെ മുന്നേ ഗൈസ് ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യാൻ മറന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്ലാബ് വെക്കണം, എങ്കിൽ അവന്മാർ ചിലപ്പം പറന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു സേഫ്റ്റിക്ക് 3 അവിടെ വെച്ചേക്കാം. സോ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ സീഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ചിക്കൻസ് ആയാൽ പിന്നെ ഓട്ടോമാറ്റിക് ആണെന്ന് വർക്ക് ആയിക്കോളും. ഒരുപാട് ചിക്കൻസ് ആയാൽ പിന്നെ നമ്മൾ സീഡ് കൊടുക്കാൻ പോകേണ്ട ആവശ്യമില്ല ഗൈസ്. അതാണ് ഈ ഒരു ഫാമിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഗൈസ്. സോ നമ്മൾ സീഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻസ് ഓവറായാൽ തന്നെ അവിടെ നിന്ന് വർക്ക് ആയിക്കോളും ഗൈസ്. പിഗിൻ്റെ അങ്ങനെയല്ല, നമ്മൾ കൊണ്ടുപോയി ഫുഡ് കൊടുക്കണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അത്രയുള്ള ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഗൈസ്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്, ബൈ ബൈ.